തെരുവ് നായ ശല്യത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ 2 മാസത്തിനുള്ളിൽ നീക്കം ചെയ്യണം എന്നാണ് ഉത്തരവ്. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വന്ധ്യംകരണത്തിനു ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. ദേശീയപാത ഉൾപ്പെടെ റോഡുകളിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശം നൽകി. സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ച കേസിലാണ് സുപ്രധാന നിർദ്ദേശങ്ങൾ. ആശുപത്രികൾ, സ്കൂളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതുവിടങ്ങളിൽ നിന്ന് തെരുവു നായകളെ മാറ്റണം. പിടികൂടുന്ന തെരുവു നായകളെ വന്ധ്യംകരണത്തിനു ശേഷം ഷെൽട്ടറിൽ പാർപ്പിക്കണം. പിടികൂടുന്ന സ്ഥലത്ത് വീണ്ടും തുറന്നു വിടരുത്. പൊതുവിടങ്ങളിൽ തെരുവു നായകളുടെ പ്രവേശനം തടയാൻ പ്രത്യേക വേലികൾ നിർമ്മിക്കണം. ഇതിനായുള്ള നടപടികൾ 8 ആഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതി. ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ നടപടികൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഈ തെരുവ് നായ്ക്കൾ കയറുന്നതും അവിടെ അറ്റാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണമെന്നും, അങ്ങനെ മെക്കാനിസം ഉണ്ടാകുന്നത് മാത്രവുമല്ല, അവിടുന്ന് പിടിക്കുന്ന തെരുവ് നായ്ക്കളെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവിടെ തന്നെ തിരിച്ചുവിടുക എന്ന് പറയുന്നത് കൂടുതൽ അപകടകരമാണ് എന്നും ഇന്ന് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്ത ഓർഡറിലാണ്. തെരുവുനായ കേസിലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ഏറെ ശ്രമകരമായ ദൗത്യം കൂടിയാണ്. ആർ അച്യുതൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.